ഫ്ലോറിങ് നമ്മൾ എന്തെല്ലാം ഇമാജിൻ ചെയ്യാറുണ്ട് സാധാരണ. നമ്മൾ പണ്ട് കാലത്ത് ആദ്യകാലങ്ങളിലൊക്കെ പറയുകയാണെങ്കിൽ വേ ബാക്കിങ് അഗെയിൻ വേ ബാക്ക് ഐ മീൻ അതായത് മൊസൈക്ക് ഫ്ലോറിംഗ് ആയിരുന്നു ഒരു കാലത്തുണ്ടായിരുന്നു. റെഡ് ഓക്സൈഡ് ഫ്ലോറിങ്ങും എല്ലാ ഓക്സൈഡ്സ് ഫ്ലോറിങ്ങുകളുണ്ടായിരുന്നു. കൂടാതെ ബ്ലാക്ക്, റെഡ് അങ്ങനെയൊക്കെ പലരുള്ള ഓക്സൈഡ്സുകൾ. പിന്നെ മറ്റേ മൊസൈക്ക് ഫ്ലോറിങ് വന്നു. അതിനുശേഷം വന്നതാണ് മാർബിൾ എന്ന് പറഞ്ഞ അവതാരം വന്നു. രാജസ്ഥാനിലുള്ള മാർബിളും പിന്നെ സ്റ്റോൺസ് വെറൈറ്റീസ് വന്നു, ഗ്രാനൈറ്റ് വന്നു. ഇതെല്ലാം കഴിഞ്ഞാലും ജനങ്ങളിപ്പം നിൽക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലുള്ള ഒരു ഫിഗർ കൊടുത്താൽ അതുണ്ടാക്കാനുള്ള കളർ ഫ്ലോറിങ് ഉണ്ടാക്കി തരുന്നവരുണ്ട്. അതായത് വിട്രിഫൈഡ് ഫ്ലോറിങ് എന്ന് പറയുന്ന സാധനം ഇപ്പം ഭയങ്കര പോപ്പുലറാണ്. കാരണം ആ വിട്രിഫൈഡ് ഫ്ലോറിങ്ങിൽ തന്നെ പല നല്ല കമ്പനികളുടെ പ്രോഡക്റ്റ്സ് എന്ന് വെച്ചാൽ ലോങ് ലാസ്റ്റിംഗ് ആണ്. ആസ് ഗുഡ് ആസ് ഒറിജിനൽ ഒരു മാർബിൾ കിട്ടുന്ന ഒരു എഫക്റ്റ് തന്നെ. കാരണം വീടുകളിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കാനുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഏത് വീട്ടിൽ ഫ്ലോറിങ് ഉപയോഗിച്ചാലും ഈവൻ മൊസൈക്ക് ഉപയോഗിച്ചാലും ഗ്രാനൈറ്റ് ഉപയോഗിച്ചാലും യു ഹാവ് ടു കീപ്പ് എവേ ഫ്രം ദ അകത്തുള്ള ചപ്പൽസുകളൊക്കെ വീട്ടിൽ നിന്ന് ഉപയോഗിക്കാതെ നോക്കുക. അപ്പോൾ അത് കഴിയുന്നതും ഇൻറ്റേർണൽ ചപ്പൽസ് കൊടുക്കുക. അപ്പോൾ ഗസ്റ്റ് വരുമ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു 1-2 ആഴ്ച മുമ്പ് ഇവിടെ പോയിരുന്നു, ജപ്പാനിലും മറ്റൊക്കെ പോയപ്പോൾ അവിടെ കണ്ട മിക്കവാറും എല്ലാ വീടുകളിലും എൻട്രൻസ് കവാടത്തിൽ റെഡിമെയ്ഡ് ചപ്പൽസ് ഇല്ല, അകത്ത് വീട്ടിൽ ഉപയോഗിക്കുന്ന ഇൻസൈഡ് ചപ്പൽസ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അവർ മറ്റുള്ള ചപ്പൽസ് അവിടെ ഇറക്കി വെച്ചിട്ട് ഈ ചപ്പൽ ഇൻറ്റേർണൽ ചപ്പൽ ഉപയോഗിക്കുന്നു, അകത്ത് നടക്കുന്നു. ഇതൊരു നമുക്ക് നടക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു ഫീലിംഗ് വരുന്നൊരു ഇതാണ്. അപ്പോൾ അതുപോലെ അങ്ങനെയുള്ള മെറ്റീരിയൽസ് വിട്രിഫൈഡ് എന്തുപയോഗിച്ചാലും നമുക്ക് അതുപോലത്തെ പ്രൊട്ടക്ഷൻ കൂടി ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ലാസ്റ്റ് ഫോർ ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ്. അപ്പോൾ അതൊക്കെ ഒരു സസ്റ്റൈനബിൾ പ്രോഡക്റ്റ് എന്ന് തന്നെയാണ്. പിന്നെ കുറഞ്ഞ ക്വാളിറ്റി എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ അതിൽ പോകാതെ വഞ്ചിതരാകാതെ നോക്കുക എന്നുള്ളതാണ്. കാരണം ഫ്ലോർ എന്ന് പറഞ്ഞാൽ എപ്പോഴും മാറ്റാൻ പറ്റുന്നതല്ല. സോ ബി വെരി കെയർഫുൾ വെൻ യു ചൂസ് ദ ഫ്ലോറിംഗ് മെറ്റീരിയൽസ്, എസ്പെഷ്യലി വിട്രിഫൈഡ് ആയാലും ശരി എല്ലാം. ഇനി ഗ്രാനൈറ്റ് ഉണ്ട്, ഇപ്പം ഒരുപാട് മാർബിളിൻ്റെ തന്നെ പല പല വെറൈറ്റീസുള്ള മാർബിളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ലൈറ്റ് അകത്തുനിന്ന് വരുന്ന ബാക്കിൽ കൂടി ലൈറ്റ് കത്താവുന്ന രീതിയിലുള്ള ഫ്ലോറിംഗ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻസ് ഓഫ് നിങ്ങളുടെ ആർക്കിടെക്ട്സുകളായിട്ട് ഡിസ്കസ് ചെയ്യാൻ അവർക്ക് ദേ ക്യാൻ ഹെൽപ്പ് യു ടു ഡു ഹൗ ബെസ്റ്റ് യു ക്യാൻ ഡു.